നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും അറ്റകുറ്റപ്പണിയും സംബന്ധിച്ച് NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ MLA കർശന നിർദ്ദേശം നൽകി. ചേറ്റുവ സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരുന്നതായി LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ കോട്ടക്കടപ്പുറം സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കം ചെയ്തതായും പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിച്ചതായും PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെ മുകൾ നിലയിലെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ മെയ് 30-നകം പൂർത്തീകരിക്കുന്നതിന് PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കർശന നിർദ്ദേശം നൽകി. ചാവക്കാട് മണത്തല സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം ജൂൺ 2ാം വാരത്തിൽ പുനരാരംഭിക്കുമെന്ന് നിർവഹണ ഏജൻസിയായ കിറ്റ്കോ യോഗത്തെ അറിയിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് LP സ്കൂളിന്റെ 2ാംഘട്ട പ്രവൃത്തികൾക്ക് ഭരണാനുമതി ലഭ്യമായതായും കുരഞ്ഞിയൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെയും പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ GHS സ്കൂളിൽ കൊച്ചന്നൂരിലെ ലാബ് കെട്ടിടത്തിന്റെ ബാക്കി പ്രവൃത്തികൾ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായും 3 മാസത്തിനകം പൂർത്തീകരിക്കാനാകുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. കൊച്ചന്നൂർ ഹൈസ്കൂളിലെ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിയും യാർഡ് ടൈലിംഗും സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് MLA നിർദ്ദേശം നൽകി. പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ കടിക്കാട് സ്കൂളിന്റെ കിച്ചൺ നിർമ്മാണം ഈ മാസം തന്നെ പൂർത്തീകരിക്കുന്നതിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ചെറായി ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചതായി MLA പറഞ്ഞു. യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, ബിന്ദു സുരേഷ്, NMK നബീൽ, സാലിഹ ഷൌക്കത്ത്, വിദ്യാകിരണം കോർഡിനേറ്റർ രമേശ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കിറ്റ്കോ പ്രതിനിധി, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞമനേങ്ങാട് കരുവാൻപറമ്പ് കോളനി നിവാസിയായ മൂത്തേടത്ത് സുനിലിനെയാണ് നായരങ്ങാടി ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡിന് പിൻവശത്തെ ഒഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. രാജേശ്വരിയാണ് ഭാര്യ. ശ്രീഹരി, ശബരി എന്നിവർ മക്കളാണ്. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC വിജയിച്ച വിദ്യാർത്ഥികൾക്ക് +2 അഡ്മിഷന് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഫോക്കസ് പോയിന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ആന്റോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SMC ചെയർമാൻ VS ശ്രീജൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ ഷീബ ജോസ്, ഹെഡ്മിസ്ട്രസ് ബീന ജേക്കബ്, കരിയർ ഗൈഡ് KB ബിന്ദു, സ്കൂൾ ലീഡർ നന്ദ K നായർ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, ഫാർമസിസ്റ്റ് അൻസൽന തുടങ്ങിയവർ സംസാരിച്ചു. ആയുഷ് വകുപ്പിന്റെ ദൃഷ്ടി പദ്ധതിയുടെ ഭാഗമായി തൃശൂർ രാമോർമ ജില്ലാ ആയുർവേദാശുപത്രിയിലെ നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടർമാരും ഒപ്റ്റോമെട്രിസ്റ്റുകളും ചേർന്ന് ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി രോഗനിർണയ പരിശോധനകൾ നടത്തി 50 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ചാവക്കാട് നടക്കുന്ന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. ചാവക്കാട് സെന്ററിൽ തുറന്ന ഓഫീസ് CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ TT ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA രാമദാസ്, AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, PS അശോകൻ, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KM അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ എന്നിവർ സംസാരിച്ചു. ദേശീയപാത 66-ൽ തീരദേശ ഹൈവേയുടെ പാലം നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് സ്ലാബ് റോഡിലേക്ക് വീണ് അപകടം. എടക്കഴിയൂർ കാജ കമ്പനിയിൽ പടിഞ്ഞാറേ സർവീസ് റോഡിലേക്കാണ് സ്ലാബ് തകർന്നു വീണത്. തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്കാണ് വലിയ സ്ലാബ് വീണത്. തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ മുകളിൽ നിന്നും സ്ലാബ് അടർന്നു വീഴുകയായിരുന്നു. എസ്കലേറ്റർ കൊണ്ടുവന്ന് സ്ലാബ് മാറ്റിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.